CPI പത്തനംതിട്ട സമ്മേളനത്തിന് തൊട്ടുമുൻപ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച മുൻ ജില്ലാ സെക്രട്ടറിയുടെ മകൻ പാർട്ടിയെ ചിലർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഇവർക്ക് സാമ്പത്തിക താൽപര്യമാണുള്ളതെന്നും എം സുകുമാരപിള്ളയുടെ മകൻ സന്തോഷ് തുറന്നടിച്ചു. വിയോജിപ്പിനെ തുടർന്ന് സുകുമാരപിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും തുടങ്ങാനിരുന്ന ബാനർ ജാഥ CPI ഒഴിവാക്കിയിരുന്നു. സമ്മേളനത്തിന് പതാക ഉയരും മുൻപേ പാർട്ടിയിൽ കലാപക്കൊടി പാറുകയാണ്. ജില്ലാ സെക്രട്ടറി ഒഴിച്ച് നേതൃനിരയിലുള്ള 5 പേരെ ലക്ഷ്യം വെച്ചാണ് സന്തോഷ് സുകുമാരപിള്ളയുടെ തുറന്നു പറച്ചിൽ. ഇവിടെ നടക്കുന്ന ഈ സാമ്പത്തിക താല്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി ഈ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ 4-5 പേര്, ആ 4-5 പേരുടെ കയ്യിലേക്ക് വീണ്ടും ഈ പാർട്ടി, അവരുടെ നിയന്ത്രണത്തിലേക്ക് ഈ പാർട്ടി പോകരുത്, സംശുദ്ധമായ ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകണമെന്നുള്ള നിർബന്ധമുള്ള, അങ്ങനെ ആഗ്രഹമുള്ള ഒരാളെന്ന നിലയിൽ എൻ്റെ വിയോജിപ്പുകൾ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ പാർട്ടി അച്ചടക്കത്തിനുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ വിയോജിപ്പുകൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ബാനർ ജാഥ റദ്ദാക്കിയത് സന്തോഷ് സുകുമാരപിള്ള എതിർപ്പറിയിച്ച് നേതൃത്വത്തെ സമീപിച്ചതിനെ തുടർന്നാണെന്നാണ് സൂചനകൾ. നേരത്തെ എനിക്കെതിരെ വാർത്ത കൊടുത്ത ആളുകൾ തന്നെ കൊടുത്ത വാർത്തയാവാം. അത് ഈ സമ്മേളന കാലത്ത് സുകുമാരപിള്ളയുടെ കുടുംബത്തെ മോശമാക്കാനുള്ള ഒരു ചർച്ച ഈ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ള ചില ആളുകളുടെ സൃഷ്ടിയാണ് ആ വാർത്ത. അതേസമയം സുകുമാരപിള്ളയുടെ കുടുംബത്തെ പാർട്ടി ചേർത്ത് നിർത്തുമെന്ന് ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചു. സുകുമാരപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ആ കുടുംബം പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന അവർക്ക് എന്തെങ്കിലും അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്ത് അവരുമായിട്ട് അത് പരിഹരിച്ച് പോകുന്നതിനാവശ്യമായ ക്രമീകരണം. 2 വർഷം മുൻപ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട AP ജയൻ പാർട്ടിയിൽ കരുത്ത് തെളിയിച്ച് ജില്ലാ സമ്മേളന പ്രതിനിധിയായി. അനധികൃത സ്വത്ത് സമ്പാദനമെന്ന ആരോപണവുമായി AP ജയനെതിരെ പരാതി നൽകിയ സീനാദേവി കുഞ്ഞമ്മ പാർട്ടിയിൽ ഒതുക്കപ്പെടുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗമായ അവർക്ക് AP ജയനുമായുള്ള ഏറ്റുമുട്ടലിൽ അധ്യക്ഷ സ്ഥാനത്തും എത്താനായിരുന്നില്ല. അതേസമയം അച്ചടക്ക നടപടി ചോദ്യം ചെയ്ത് AP ജയൻ ദേശീയ കൺട്രോൾ കമ്മീഷൻ നൽകിയ പരാതി 11 മാസമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.